ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ആരായിരിക്കും വിജയകിരീടം ചൂടുക? കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ബിഗ് ബോസ് പ്രേക്ഷകർക്കും അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് ആരായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്നവർ രണ്ട് പേരായി മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് അനീഷും അനുമോള്, ഇവരിൽ ആരായിരിക്കും കപ്പെടുക്കുക? പ്രേക്ഷകർക്കിടയിലുള്ള ഒരു ചർച്ചയാണ് രണ്ടുപേരിൽ ഒരാളായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഒരുപക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം, നിവിൻ വന്നേക്കാം, അല്ലെങ്കിൽ ഷാനവാസ് വന്നേക്കാം, ഇവരിൽ ആരെങ്കിലുമൊക്കെ കപ്പെടുത്തേക്കാം അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം അനുമോൾ അല്ലെങ്കിൽ അനീഷായിരിക്കും കപ്പെടുക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, ചേച്ചി അനുമോളുടെ PR ആണോ എന്ന്. അനുമോൾക്ക് വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത്, ഒരു റിയാലിറ്റി ഷോ അവിടെ നടക്കുന്നത്. ഒരിക്കലും നമുക്കൊരു പ്ലാൻ ചെയ്തിട്ട് പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്ത അതേ പ്ലാനോട് കൂടി തന്നെയായിരിക്കും മറ്റു കണ്ടസ്റ്റൻസും പ്ലാൻ ചെയ്ത് വരുന്നത്. അതിന് ഗെയിം സ്ട്രാറ്റജി എന്ന് പറയും അല്ലേ? അപ്പോൾ അവർക്കും അതിൻ്റെതായ ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവും. ആ സ്ട്രാറ്റജിയോട് കൂടി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി കൂടി വർക്കൗട്ട് ചെയ്തെടുത്ത് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല ഒരു കാര്യങ്ങൾ നടക്കുക. അതെല്ലാം അതിജീവിച്ച് വരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ഫൈനലിലെത്തി നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2-3 കണ്ടസ്റ്റൻസ് ഉണ്ട്. അതിലൊന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാത്ത ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണല്ലോ തീർച്ചയായിട്ടും ഓരോ വീക്കിൽ ഔട്ടായി പോകുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള കള്ളത്തരവും കാണിക്കാൻ പറ്റില്ല. ഹോട്ട്സ്റ്റാറിൽ കറക്റ്റായിട്ട് വോട്ട് ചെയ്താൽ മാത്രമേ ആ വോട്ടിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് ഒരു വിജയി വരുന്നത്. അതിനകത്ത് ഒരു തിരിമറികളും ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല, ആർക്കൊരു പേടിയും വേണ്ട. അപ്പോൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ വിജയമായിട്ട് വരുള്ളൂ. ഞാൻ ഈ ഒരു ഷോ കാണുന്നത് ഈ ഷോയോടുള്ള ഇഷ്ടവും കൂടിയും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോ കാണുന്നതും അതിനെക്കുറിച്ചുള്ള റിവ്യൂയിലേക്ക് ഇറങ്ങിയതും. ഞാൻ സീസൺ 3 മുതലാണ് ഈ പറയുന്ന ഈ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. സീസൺ 3 ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഞാൻ സപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് വിജയകിരീടം ചൂടിയിട്ടുള്ളതെന്ന്. തുടക്കത്തിൽ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യും, ഇന്ന ആൾക്ക് ഗെയിം കൊള്ളായിരുന്നു, ഇന്നാൾ അടിപൊളി, ഇന്നാളുടെ സ്ട്രാറ്റജി ഇതാണ്, അങ്ങനെ പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്തു വരുന്നത്. നമുക്കൊരു ഘട്ടം എത്തുമ്പോൾ ഒരു 40-ാമത്തെ അല്ലെങ്കിൽ 50-ാമത്തെ ദിവസമൊക്കെ എത്തുമ്പോൾ നമ്മളത് മാറ്റിപ്പിടിക്കും. നമ്മളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് മാറിയിട്ട് നമ്മളത് 5-10 പേരിലേക്ക് കുറയും, പിന്നീട് ഒരു 4-5 പേരിലേക്ക് എത്തും, പിന്നെ 2-3 പേരിലേക്ക് എത്തും, പിന്നെ 1-2 പേരിലേക്ക് എത്തിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഗെയിം കാണുകയല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് മനസ്സിലാക്കി ഇന്ന ആളായിരിക്കും ഗെയിം വരെ, ഇന്ന ഗെയിം സ്ട്രാറ്റജീസൊക്കെയാണ് എടുത്തിരിക്കുന്നത്, ഇത് അടിപൊളിയാണ്, ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, ഇന്നത് നമ്മൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു തോന്നൽ വരും. അപ്പോൾ നമ്മളെന്താ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടപ്പെട്ട 3 പേരുണ്ടായിരുന്നു. ഒന്ന് അനുമോള്, മറ്റൊന്ന് അനീഷ്, മറ്റൊന്ന് ഷാനവാസ്. ഇവർ 3 പേരിൽ ഒരാൾ കപ്പെടുക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിലെൻ്റെ ആഗ്രഹം. പക്ഷേ എവിടെയോ ഷാനവാസ് ഒന്ന് ഇരുന്നു പോയി. പിന്നെ ഷാനവാസിന് അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല. പിന്നെ ഷാനവാസ് എടുക്കുന്ന ഓരോ ഗെയിം സ്ട്രാറ്റജി പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പതിയെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ഷാനവാസിൻ്റെ അടുത്ത് മാറ്റി. ആ സമയത്താണ് നിവിൻ കയറി വരുന്നത്. ഞാൻ നിവിനെ സപ്പോർട്ട് ചെയ്തു, ഓക്കെ നിവിൻ കൊള്ളാലോ എന്ന് കരുതി. പിന്നീടും പലപ്പോഴും പല സ്വഭാവം നിവിൻ കാണിക്കുന്നുണ്ട്, ഞാൻ നിവിനെയും ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി. പിന്നെ എൻ്റെ മനസ്സിലുള്ളത് അനീഷും അനുമോളും മാത്രമാണ്. ഇവർ 2 പേരിൽ ഒരാളായിരിക്കണം വിജയകിരീടം ചൂടേണ്ടത്. കാരണം സീസൺ 7 വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് ഇവർ മാത്രമാണ്. പൊതുവേ ഈ സീസൺ കമ്പാരിറ്റീവ്ലി ഈ സീസൺ ഓരോ കണ്ടസ്റ്റൻസും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് അനീഷിനും അനുമോൾക്കും ഒരു എവിടെയൊക്കെ ഇമോഷണലി പ്രേക്ഷകരുടെ കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ല ഗെയിമുമാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെ 2 ആളെയാണ് സപ്പോർട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അനീഷ് ഒരു ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കിയതാണോ അല്ലെങ്കിൽ അവസാന സമയത്ത് തൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അനുമോളാണെന്ന് അനീഷ് മനസ്സിലാക്കിയത് കൊണ്ട് അനുമോളുടെ ഗെയിം മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുമോളെ താഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനീഷിനെ പിടിച്ച് നിൽക്കാൻ എന്തോ ആവാം അനീഷ് ഒരു ഗെയിം ഇട്ടു. ആ ഗെയിം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അനുമോളിലേക്ക് മാത്രമായി. ഇപ്പോൾ എന്നല്ല, ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അതുവരെ അനീഷും അനുമോളും ഈക്വലി ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഞാൻ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയത്. ഇത് ഇപ്പോൾ എത്രത്തോളം എന്നാണെന്നറിയില്ല. ഞാനൊരു ഗെയിം കാണുകയാണ്, എനിക്ക് ആ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഷോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അടിപൊളി, ഈ ഗെയിമിൽ 2 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന, ഈ സ്ട്രാറ്റജി കൊള്ളാം, ആ സ്ട്രാറ്റജി കൊള്ളാം, ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഇമേജ് കോൺഷ്യസ് ഇല്ലാണ്ട് കളിച്ച കണ്ടസ്റ്റൻ്റ് ആണ് അനുമോളുടെ കളി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ PR ആണോ എന്ന് ചോദിച്ചത്, PR ആണ്. നമ്മളെല്ലാവരും PRs ആണ്. PR എന്ന് വെച്ചാൽ എന്താ? പബ്ലിക് റിലേഷൻ അല്ലേ? ഞാൻ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആളുടെ PR ആണ്. പക്ഷേ ഒരിക്കലും പെയ്ഡ് PR അല്ല കേട്ടോ.
ആ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം. എനിക്ക് ഫണ്ട് തരുന്നത് യൂട്യൂബാണ്. ഷോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളുടെ പി ആറാണ്. ഞാൻ ഇപ്പോൾ അനീഷിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് വേണ്ടിയിട്ട് ഞാൻ അനീഷിൻ്റെ പി ആറാണ്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വേണ്ടിയിട്ട് ഞാൻ അനുമോളുടെ പി ആറാണ്. ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വേണ്ടിയിട്ട് ഞാൻ ഷാനവാസിൻ്റെ പി ആറാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ, ഞാൻ ഒരിക്കലും പെയ്ഡ് പി ആറല്ല. ഞാൻ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. ഞാൻ അവരുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. മാഡത്തിൻ്റെ കമൻറ്റാണ് ഞാനിവിടെ പിൻ ചെയ്തിരിക്കുന്നത്. ആൾക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ. ആളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ ഡയറി നിങ്ങൾ അനുമോളുടെ പി ആറാണോ, കുറേ വീഡിയോസ് കണ്ടു, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മാന്യമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നി മറുപടി പറയണമെന്ന്. അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടത്. എന്തായാലും നമുക്ക് നോക്കാം ആരാ വിജയിക്കുക എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്തരത്തിലാണ് ഈ സീസൺ പോയിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ വരെയൊക്കെ നമുക്ക് അറിയാമായിരുന്നു ഇന്നാൾക്ക് കിട്ടും എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ അതിന് ഒരു ചാൻസും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും കിട്ടാം. അനുമോൾക്ക് അല്ലെങ്കിൽ അനീഷ്, ഈ രണ്ടുപേരിൽ ഉറപ്പാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നലെല്ലാം ശരിയാവണമെന്നില്ല, തെറ്റും സംഭവിച്ചേക്കാം, മനുഷ്യരല്ലേ നമ്മളൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അനുമോളും അനീഷും ആണ്. ഇവരിൽ ആരാണ് കപ്പടിക്കുക? ഇവരിൽ ഒരാളായിരിക്കും കപ്പടിക്കുക. ഇതിൽ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഗെയിം മാറി, ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ വീടിനകത്തൊക്കെ കയറിയല്ലോ, അവരെന്തൊക്കെയാണ് കാട്ടുന്നത്? അവരറിയാതെ അവർ അനുമോൾക്ക് ബൂസ്റ്റപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രേക്ഷകർക്കിടയിൽ ഒരു സിമ്പതി കിട്ടും. അപ്പോൾ വോട്ട് ആർക്കായിരിക്കും കൂടുതൽ പോകുക? അനുമോൾക്കായിരിക്കും പോവുക അല്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. അനുമോൾ, അനീഷ്, ഇവരൊരാളായിരിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. ആരാണെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസം അറിയാം.